അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ നയതന്ത്ര അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC രാജ്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായ GCC റെയിൽവേ നിർമ്മാണവുമായി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. കുവൈറ്റ് മുതൽ ഒമാൻ വരെ 6 ഗൾഫ് രാജ്യങ്ങളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂറ്റൻ റെയിൽവേ പദ്ധതി 2030 ഡിസംബറോടെ പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണാധികാരികളും GCC റെയിൽവേ അതോറിറ്റിയും. മേഖലയുടെ യാത്രാ സങ്കല്പങ്ങളെയും ചരക്ക് നീക്കങ്ങളെയും അടിമുടി മാറ്റിയെഴുതാൻ പോകുന്ന ഈ സ്വപ്ന പദ്ധതി ഗൾഫ് മേഖലയെ സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ സമഗ്രമായി സംയോജിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഏകീകൃത റെയിൽവേ ശൃംഖല എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് 2000-ന്റെ തുടക്കത്തിലാണ്. 2009-ൽ കുവൈറ്റിൽ നടന്ന 30ാം GCC ഉച്ചകോടിയിലാണ് ഇതിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതും പ്രാഥമിക പദ്ധതി രേഖകൾ തയ്യാറാക്കിയതും. എന്നാൽ അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ പെട്ടെന്നുള്ള ഇടിവ്, ഓരോ രാജ്യങ്ങളുടെയും ആഭ്യന്തര മുൻഗണനകളിലൂടെയുണ്ടായ മാറ്റങ്ങൾ എന്നിവ കാരണം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മന്ദഗതിയിലാവുകയായിരുന്നു. തുടർന്ന് 2021-ൽ സൗദി അറേബ്യയിൽ നടന്ന ചരിത്രപ്രധാനമായ അൽ ഉല ഉച്ചകോടിയെ തുടർന്നാണ് റെയിൽവേ പദ്ധതി വീണ്ടും സജീവ ചർച്ചകളിലേക്ക് തിരികെ വന്നത്. മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ പദ്ധതിയുടെ ഏകോപനത്തിനായി GCC റെയിൽവേ അതോറിറ്റി രൂപീകരിക്കുകയും നിർദ്ദിഷ്ട സമയപരിധികൾ നിശ്ചയിക്കുകയും ചെയ്തു. നിലവിൽ ആകെ നിർമ്മാണ ജോലികളുടെ 50% പൂർത്തിയായതായാണ് GCC റെയിൽവേ അതോറിറ്റി ഡയറക്ടർ ജനറൽ മുഹമ്മദ് ബിൻ ഫഹദ് അൽ ഷബ്രാമി വ്യക്തമാക്കുന്നത്. അംഗരാജ്യങ്ങളെല്ലാം തങ്ങളുടെ ആഭ്യന്തര റെയിൽ ശൃംഖലകളെ അന്താരാഷ്ട്ര പാതയുമായി ബന്ധിപ്പിക്കുന്ന തിരക്കിട്ട ജോലിയിലാണ്. ആകെ 2117 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ റെയിൽവേ ശൃംഖല ഭൂമിശാസ്ത്രപരമായി ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളെയും വ്യവസായ കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും തമ്മിൽ കോർത്തിണക്കുന്നുണ്ട്. കുവൈറ്റിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഷദാദിയയിൽ നിന്നാണ് പാത ആരംഭിക്കുന്നത്. അവിടെ നിന്ന് സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള അൽ ഖഫ്ജി വഴി പ്രധാന റെയിൽവേ ഹബ്ബായ ദമാമിലേക്ക് പാത നീളും. ദമാമിൽ നിന്ന് 2 പ്രധാന ശാഖകൾ പിരിയുന്നുണ്ട്. ആദ്യത്തേത് പുതുതായി നിർമ്മിക്കുന്ന 25 കിലോമീറ്റർ നീളമുള്ള കിങ് ഫഹദ് ക്രോസ്വേ പാലം വഴി ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലേക്കും റാംലിയിലെ അന്താരാഷ്ട്ര സ്റ്റേഷനിലേക്കും എത്തുമ്പോൾ രണ്ടാമത്തെ പാത സൽവ അതിർത്തി വഴി ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്കാണ് കടന്നു പോകുന്നത്. സൗദിയിലെ അൽബത്ത അതിർത്തിയിൽ നിന്ന് UAE-യിലേക്ക് കടക്കുന്ന റെയിൽവേ അബുദാബി, അലൈൻ തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഇതിഹാദ് റെയിൽ ശൃംഖലയുടെ ഭാഗമായി മാറും. തുടർന്ന് UAE-യെയും ഒമാനെയും ബന്ധിപ്പിക്കുന്ന 303 കിലോമീറ്റർ നീളമുള്ള ഹഫീദ് റെയിൽ പാതയിലൂടെ ഒമാനിലെ പ്രമുഖ വ്യവസായ നഗരമായ സൊഹാറിലെത്തുകയും അവിടെ നിന്ന് തലസ്ഥാനമായ മസ്കറ്റിലെത്തി അവസാനിക്കുകയും ചെയ്യും. ഏകദേശം $250 ബില്യൺ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതി കേവലം ഒരു ഗതാഗത മാർഗമല്ല, മറിച്ച് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. പാതയിലൂടെ ഓടുന്ന യാത്രാ ട്രെയിനുകൾ മണിക്കൂറിൽ 200 മുതൽ 220 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. ചരക്ക് ട്രെയിനുകൾ മണിക്കൂറിൽ 80 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടിക്കാൻ തക്കവണ്ണമാണ് റെയിൽ പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രവർത്തനം പൂർണ്ണ സജ്ജമാകുന്നതോടെ റോഡ് മാർഗമുള്ള യാത്രകളിലും വിമാനത്താവളങ്ങളിലെ നീണ്ട സുരക്ഷാ പരിശോധനകളിലും കാത്തിരിപ്പുകളിലും ഉണ്ടാകുന്ന വലിയ സമയനഷ്ടത്തിന് അറുതിയാകും. മണിക്കൂറുകൾ നീളുന്ന ബോർഡർ ചെക്കിംഗ് നടപടികൾ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കാനുള്ള പുതിയ ഏകീകൃത ഡിജിറ്റൽ സംവിധാനങ്ങളും ഇതോടൊപ്പം നടപ്പിലാക്കുന്നുണ്ട്. വിമാന ടിക്കറ്റ് നിരക്കുകളേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഗൾഫിലെ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി മാറും. പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിവർഷം 20 കോടി ടണ്ണിലധികം ചരക്ക് നീക്കമാണ് GCC റെയിൽവേ ലക്ഷ്യമിടുന്നത്. 2045ഓടെ ഇത് 27 കോടി ടണ്ണായി ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. റെയിൽവേ മാർഗമുള്ള അതിവേഗ ചരക്ക് നീക്കം ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന തുറമുഖങ്ങളെയും വ്യവസായ മേഖലകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തിപ്പെടും. റോഡുകളിലൂടെയുള്ള കൂറ്റൻ ട്രക്കുകളുടെ ഗതാഗതം കുറയുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനും അന്തരീക്ഷ മലിനീകരണവും കാർബൺ പുറന്തള്ളലും വൻതോതിൽ കുറയ്ക്കാനും സഹായിക്കും. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, നിർമ്മാണം, ട്രെയിൻ ഓപ്പറേഷൻസ്, മെയിന്റനൻസ്, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്കും ഇത് ഉണർവേകും. മേഖലയിലെ ആഭ്യന്തര വിനോദസഞ്ചാരം വളരുന്നതിലൂടെ ചെറിയ ബിസിനസ്സുകൾക്കും വൻകിട നിക്ഷേപകർക്കും ഒരുപോലെ നേട്ടമുണ്ടാകും. GCC രാജ്യങ്ങളിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം GCC റെയിൽവേ ഒരു വലിയ തണലായി മാറും.
ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള വിനോദയാത്രകൾക്കോ ആയി അയൽ രാജ്യങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ പ്രധാനമായും വിമാനങ്ങളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അവധിക്കാലങ്ങളിലും ഉത്സവ സീസണുകളിലും വിമാന കമ്പനികൾ ഈടാക്കുന്ന അമിത ടിക്കറ്റ് നിരക്കുകൾ പ്രവാസികളുടെ സാമ്പത്തിക ബജറ്റുകളെ താളം തെറ്റിക്കാറുണ്ട്. റെയിൽവേ യാഥാർത്ഥ്യമാകുന്നതോടെ കുറഞ്ഞ ചെലവിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രവാസികൾക്ക് സാധിക്കും. ഇതിന് പുറമെ വിസ നടപടികൾ ഏകീകരിക്കുന്ന GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ കൂടി പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരൊറ്റ റെയിൽവേ ടിക്കറ്റിൽ 6 ഗൾഫ് രാജ്യങ്ങളും കണ്ടു തീർക്കുക എന്ന സ്വപ്നം മലയാളി വിനോദസഞ്ചാരികൾക്കും യാഥാർത്ഥ്യമാകും. പ്രവാസി വ്യാപാരികൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ തൊട്ടടുത്ത ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും ഈ റെയിൽവേ വലിയ അവസരമൊരുക്കും. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വൈവിധ്യവൽക്കരണം ലക്ഷ്യമിടുന്ന സൗദി വിഷൻ 2030, കുവൈറ്റ് വിഷൻ 2035 തുടങ്ങിയ ദേശീയ പദ്ധതികളുടെ പ്രധാന നട്ടെല്ലാണ് GCC റെയിൽവേ. ഭൗമരാഷ്ട്രീയ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അതിവേഗം പുരോഗമിക്കുന്ന ഈ പദ്ധതി യൂറോപ്യൻ യൂണിയനിലേതുപോലെയുള്ള ശക്തമായ ഒരു പ്രാദേശിക കൂട്ടായ്മയായി ഗൾഫ് മേഖലയെ മാറ്റാൻ സഹായിക്കും. 2030 ഡിസംബറോടെ കുവൈറ്റിൽ നിന്ന് ട്രെയിൻ കയറി ഒമാന്റെ മനോഹരമായ തീരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ആ ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഗൾഫ് നാടുകളും അവിടെയുള്ള പ്രവാസി സമൂഹവും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ അതിവേഗ സേവനങ്ങൾ എത്തിക്കുമ്പോഴും അതിനോടൊപ്പം വളരുന്ന സൈബർ തട്ടിപ്പുകൾ ആഗോളതലത്തിൽ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെ ലക്ഷ്യമിട്ട് നിർമ്മിത ബുദ്ധിയും വ്യാജ പ്രൊഫൈലുകളും ഉപയോഗിച്ചുള്ള വഞ്ചനകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് പോലീസും UAE ദേശീയ മാധ്യമ അതോറിറ്റിയും. തട്ടിപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരവും സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധവുമായ ലൈവ് സ്ട്രീമിംഗ് നടത്തിയവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത നടപടി പ്രവാസികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദുബായ് പോലീസ് ക്രിമിനൽ അഫയേഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹരേബ് മുഹമ്മദ് അൽ ഷംസിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലാണ് സൈബർ സുരക്ഷാ രംഗത്തെ പുതിയ നടപടികൾ വ്യക്തമാക്കപ്പെട്ടത്. ഈ പാദത്തിൽ മാത്രം തട്ടിപ്പുകൾക്കായി ഉപയോഗിച്ച 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ദുബായ് പോലീസ് പൂർണ്ണമായും പൂട്ടിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ആശ്വാസകരമായ കുറവുണ്ടായിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിർമ്മിത ബുദ്ധിയുടെയും അത്യാധുനിക ഡേറ്റ അനാലിസിസിന്റെയും സഹായത്തോടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ അവ കണ്ടെത്താനും പ്രതിരോധിക്കാനും പോലീസിന് സാധിക്കുന്നുണ്ട്. പരാതികൾ ലഭിക്കുന്നതിന് കാത്തുനിൽക്കാതെ പോലീസ് നടത്തുന്ന ഫീൽഡ് പരിശോധനകളും സാങ്കേതിക നിരീക്ഷണവും വഴി തട്ടിപ്പ് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തുകയാണ് പുതിയ രീതി. ഇന്റലിജൻസ് അധിഷ്ഠിത അന്വേഷണങ്ങളിലൂടെ ഇത്തരം വ്യാജ അക്കൗണ്ടുകൾ തടയുന്നതിൽ പോലീസ് വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കുറ്റവാളികൾ തങ്ങളുടെ രീതികൾ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനാൽ പൊതുജനങ്ങളുടെ ജാഗ്രത അത്യാവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ സാധാരണ മെസ്സേജുകളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ ആണ് തട്ടിപ്പുകൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ആകർഷകമായ പരസ്യങ്ങളിലൂടെയാണ് കുറ്റവാളികൾ ഇരകളെ കണ്ടെത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളും സന്ദർശക റെസിഡൻസി വിസകളുമാണ്. UAE തൊഴിൽ അന്വേഷിക്കുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ട് പ്രമുഖ കമ്പനികളുടെ പേരിലും വ്യാജ ഏജൻസികളുടെ പേരിലും സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഔദ്യോഗിക സ്ഥാപനങ്ങളാണെന്ന ധാരണയിൽ ഇത്തരം പേജുകളിൽ ബന്ധപ്പെടുന്നവരിൽ നിന്ന് വലിയ തുക അഡ്വാൻസ് വാങ്ങി മുങ്ങുന്നതാണ് ഇവരുടെ രീതി. വൻ വിലക്കുറവിൽ ഹോട്ടൽ ബുക്കിംഗ്, എയർലൈൻ ടിക്കറ്റുകൾ എന്നിവ നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ യാത്രാ വെബ്സൈറ്റുകളും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളും നിരവധിയാണ്. അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ മോട്ടോർ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളും അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്ത് നിർമ്മിക്കുന്ന സന്ദേശങ്ങളും വ്യാജ ലോഗോകളും കണ്ടാൽ യഥാർത്ഥ സ്ഥാപനങ്ങളുടേതാണെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും. ഇത്തരം വഞ്ചനകളിലാണ് പല സാധാരണക്കാരായ പ്രവാസികളും തങ്ങളുടെ കഷ്ടപ്പാടിന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നത്. വ്യാജ തട്ടിപ്പുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളും സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ UAE ദേശീയ മാധ്യമ അതോറിറ്റി നടപടികൾ കടുപ്പിച്ചിട്ടുണ്ട്. വ്യൂവേഴ്സിനെയും റീച്ചിനെയും കൂട്ടാനായി തത്സമയ സംരക്ഷണത്തിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയും UAEയുടെ പാരമ്പര്യത്തെയും സാമൂഹിക അന്തസ്സിനെയും അവഹേളിക്കുകയും ചെയ്ത 2 വ്യക്തികൾക്കെതിരെ അടുത്തിടെ മാധ്യമ അതോറിറ്റി നിയമ നടപടി സ്വീകരിച്ചു. ഇതിൽ ഒരാളുടെ പരസ്യ പെർമിറ്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. UAEയിലെ മീഡിയ റെഗുലേഷൻ ലോ, കമ്പാറ്റിംഗ് റൂമേഴ്സ് ആൻഡ് സൈബർ ക്രൈംസ് ലോ എന്നിവ പ്രകാരം സൈബർ ഇടങ്ങളിലെ ലംഘനങ്ങൾ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വ്യക്തിഗത സ്വകാര്യത ലംഘിക്കുകയോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ലൈവ് സ്ട്രീമിംഗിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുകയോ ചെയ്താൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വിധിക്കപ്പെടുന്ന ശിക്ഷകൾ നിസ്സാരമൊന്നുമല്ല. കുറ്റക്കാരാകുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാം. വിദേശികളായ പ്രവാസികളാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്തപ്പെടുകയും ചെയ്യും. ഡിജിറ്റൽ ലോകത്തെ ലൈവുകളും പോസ്റ്റുകളും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ മാത്രം നിൽക്കുന്നതല്ലെന്നും രാജ്യ നിയമങ്ങൾക്ക് വിധേയമാണെന്നും ഓരോ പ്രവാസിയും തിരിച്ചറിയണം.
തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ ഡിജിറ്റൽ ഇടങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏതൊരു ഓഫറും വിശ്വസിക്കുന്നതിന് മുമ്പ് ചില പ്രധാന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അപരിചിതരുമായോ വിശ്വസനീയമല്ലാത്ത സോഷ്യൽ മീഡിയ പേജുകളുമായോ ഒരിക്കലും ബാങ്കിംഗ് വിവരങ്ങൾ, അതുപോലെ വൺ ടൈം പാസ്വേഡ്, പാസ്പോർട്ട് പകർപ്പുകൾ എന്നിവ പങ്കുവയ്ക്കരുത്. ഏതെങ്കിലും കമ്പനിയെയോ ബ്രോക്കറെയോ സമീപിക്കുന്നതിന് മുമ്പ് അവയ്ക്ക് UAE-യിൽ ഔദ്യോഗിക ലൈസൻസ് ഉണ്ടോ എന്ന് ഗവൺമെന്റ് ചാനലുകൾ വഴി ഉറപ്പുവരുത്തുക. വിസ സേവനങ്ങൾക്കായി ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക. അവിശ്വസനീയമായ വിധത്തിൽ വൻ വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് ഉടനടി പണം ആവശ്യപ്പെടുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോകരുത്. വിശ്വസ്തരായ ഏജൻസികളിലൂടെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയോ മാത്രം ബുക്കിംഗുകൾ നടത്തുക. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുകയോ അല്ലെങ്കിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഭയപ്പെടാതെ ഉടൻ തന്നെ ദുബായ് പോലീസിനെ വിവരമറിയിക്കേണ്ടതാണ്. ദുബായ് പോലീസിന്റെ ഔദ്യോഗിക സേവനങ്ങൾ ഇതിനായി സജ്ജമാണ്. ദുബായ് പോലീസ് സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാം. കൂടാതെ പോലീസിന്റെ ക്രൈം പ്ലാറ്റ്ഫോം വഴി ഓൺലൈൻ തട്ടിപ്പുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. അടിയന്തരമല്ലാത്ത സഹായങ്ങൾക്കും വിവരങ്ങൾ അറിയിക്കുന്നതിനുമായി 901 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസും മാധ്യമ അതോറിറ്റിയും സദാ സന്നദ്ധരാണെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണമില്ലാതെ സൈബർ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാനാകില്ല. നിർമ്മിത ബുദ്ധിയുടെയും സോഷ്യൽ മീഡിയയുടെയും ഈ യുഗത്തിൽ അല്പം ജാഗ്രതക്കുറവുണ്ടായാൽ പോലും വലിയ സാമ്പത്തിക നിയമ പ്രതിസന്ധികളിലേക്ക് നീങ്ങാം. ആകർഷകമായ പരസ്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കാനും കാര്യങ്ങൾ ഔദ്യോഗികമായി ബോധ്യപ്പെടാനും തയ്യാറായാൽ തട്ടിപ്പുകാരുടെ വലയിൽ വീഴാതെ സ്വയം സംരക്ഷിക്കാൻ സാധിക്കും. നിയമങ്ങളെ ബഹുമാനിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുക എന്നതാണ് പ്രവാസികൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സുരക്ഷാ കവചം. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം UAE എന്ന രാജ്യം കേവലം ഒരു തൊഴിലിടം മാത്രമല്ല, മറിച്ച് തങ്ങളുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെയും ഒരു പ്രധാന ആശ്രയമാണ്. ദശാബ്ദങ്ങളായി മലയാളികൾ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് ഏറ്റവും മികച്ച കരിയർ വളർച്ച നൽകിയ മണ്ണാണ് UAE-യുടേത്. 2026-ലെ UAE തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തൊഴിലാളികൾക്കിടയിൽ വലിയ പ്രതീക്ഷകളാണ് ഉയരുന്നത്. ജീവനക്കാർക്ക് ശരാശരി 3.4% മുതൽ 4.1% വരെ ശമ്പള വർധനവ് ലഭിക്കുമെന്ന സൂചനകളാണ് ആഗോള സാമ്പത്തിക വിദഗ്ധരും മാനവ വിഭവശേഷി ഏജൻസികളും നൽകുന്നത്. ഇത് ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ കണക്കായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെയും തൊഴിൽ സംസ്കാരത്തിന്റെയും വ്യക്തമായ ചിത്രമുണ്ട്. കോവിഡ് കാലത്തിന് ശേഷമുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക് ശേഷം UAE-യുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തികച്ചും സുസ്ഥിരമായ ഒരു വളർച്ചാ നിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിവുള്ള ജീവനക്കാരെ നിലനിർത്താനും പുതിയ പ്രതിഭകളെ ആകർഷിക്കാനുമുള്ള കമ്പനികളുടെ നിരന്തരമായ പരിശ്രമങ്ങളാണ് ഈ ശമ്പള വർധനയുടെ അടിസ്ഥാന കാരണം. എന്നാൽ ഈ ശരാശരി കണക്കുകൾക്കപ്പുറം ഓരോ ജീവനക്കാരനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നിർണായക യാഥാർത്ഥ്യങ്ങൾ ഈ പുതിയ തൊഴിൽ വിപണിയിലുണ്ട്. ശരാശരി കണക്കുകൾ എപ്പോഴും യഥാർത്ഥ ചിത്രം പൂർണ്ണമായി കാണിക്കണമെന്നില്ല എന്നതാണ് സാമ്പത്തിക ലോകത്തെ ഒരു പ്രധാന നിയമം. എല്ലാ ജീവനക്കാർക്കും ഒരേപോലെ ശമ്പളം വർദ്ധിക്കുന്ന പരമ്പരാഗത രീതി UAE-യിലെ കോർപ്പറേറ്റ് ലോകത്ത് നിന്നും ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കമ്പനികൾ ഇപ്പോൾ സെലക്റ്റീവ് കോമ്പൻസേഷൻ അഥവാ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ശമ്പള വർധന എന്ന നയമാണ് കർശനമായി പിന്തുടരുന്നത് എന്നാണ്. അതായത് ഒരു കമ്പനിയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും പകരം വെക്കാൻ ആളില്ലാത്തത്ര പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്നവർക്കും 8 മുതൽ 15% വരെ വലിയ വർധനവ് ലഭിച്ചേക്കാം. അതേസമയം ശരാശരി പ്രകടനം മാത്രം നടത്തുന്നവർക്ക് 0 മുതൽ 3% വരെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. നിർമ്മിത ബുദ്ധിയുടെയും ഓട്ടോമേഷന്റെയും കടന്നുവരവോടെ പല സാധാരണ ജോലികളും യന്ത്രങ്ങളും സോഫ്റ്റ്വെയറുകളും ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജോലിസ്ഥലത്ത് സവിശേഷമായ എന്ത് മൂല്യമാണ് നൽകാൻ കഴിയുക എന്നത് ഓരോ തൊഴിലാളിയും സ്വയം ചോദിക്കേണ്ട ചോദ്യമായി മാറിയിരിക്കുന്നു. ഡേറ്റ എൻട്രി പോലെയുള്ള ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ഇല്ലാതാകുമ്പോൾ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർക്ക് മൂല്യമേറുന്നു. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ബിസിനസ് വളർത്താൻ നേരിട്ട് സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് ഉയർന്ന പ്രതിഫലം നൽകാൻ അവർ ഒട്ടും മടിക്കുന്നില്ല. കമ്പനികളുടെ ബജറ്റുകൾ ഇപ്പോൾ ഈ ഉയർന്ന പ്രകടനക്കാരെ കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കപ്പെടുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ഈ ശമ്പള വർധന ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക എന്നത് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി, ആരോഗ്യ മേഖല, റിയൽ എസ്റ്റേറ്റ്, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളാണ് 2026-ൽ ഏറ്റവും മികച്ച വേതന വർധനവ് വാഗ്ദാനം ചെയ്യുന്നത്. സൈബർ സുരക്ഷാ വിദഗ്ധർ, ഡേറ്റാ സയന്റിസ്റ്റുകൾ, ക്ലൗഡ് എഞ്ചിനീയർമാർ തുടങ്ങിയ സാങ്കേതിക വിദഗ്ധർക്ക് കടുത്ത ക്ഷാമമാണ് നിലവിൽ വിപണിയിലുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇത്തരം സവിശേഷ വൈദഗ്ധ്യമുള്ളവർ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ജോലി മാറുമ്പോൾ അവർക്ക് 20% മുതൽ 50% വരെ ശമ്പള വർധനവ് ലഭിക്കുന്ന അസാധാരണ സാഹചര്യവുമുണ്ട്.
മറുവശത്ത് റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, സാധാരണ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ വളരെ മിതമായ നിരക്കിലുള്ള വർധനവ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. UAE ഗവൺമെന്റിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി എണ്ണയിതര മേഖലകളിലേക്ക് സമ്പദ് വ്യവസ്ഥയെ മാറ്റുന്നതിന്റെ അനന്തരഫലമാണിത്. ബാങ്കിംഗ് രംഗത്തും ഗ്രീൻ എനർജി മേഖലയിലും വലിയ വിദേശ നിക്ഷേപങ്ങളാണ് വരുന്നത്. ഇത് ഈ മേഖലയിൽ ആയിരക്കണക്കിന് പൂർണ്ണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള ജീവനക്കാരുടെ വേതന വ്യവസ്ഥകൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും കാരണമാകുന്നു. ഓരോ വ്യക്തിയും തങ്ങളുടെ കരിയർ തെരഞ്ഞെടുക്കുമ്പോഴും ഭാവി പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും ആഗോളതലത്തിൽ നടക്കുന്ന ഈ വ്യവസായ മാറ്റങ്ങൾ കൂടി ഗൗരവമായി പരിഗണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. UAEയിലെ ശമ്പള വർധനവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരമാണ്. വിശേഷിച്ചും സൗദി അറേബ്യ തങ്ങളുടെ വലിയ പദ്ധതികളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള വിദേശ പ്രതിഭകളെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗദിയിലെ ശരാശരി ശമ്പള വർധനവ് 4.6%. ഇത് UAEയേക്കാൾ അല്പം മുന്നിലാണ് എന്നത് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൊഴിലുടമകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മികച്ച പ്രൊഫഷണലുകൾക്ക് റിയാദിലോ ദോഹയിലോ മികച്ച പാക്കേജുകൾ ലഭിക്കുന്നതിനാൽ അവരെ ദുബായിലോ അബുദാബിയിലോ തന്നെ നിലനിർത്താൻ കമ്പനികൾ നിർബന്ധിതരാകുന്നു. ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ടെക്നോളജി പാർക്കുകൾക്കുമായി ലോകോത്തര തൊഴിലാളികളെ തേടുന്നുണ്ട്. ആധുനിക തൊഴിലാളികൾ കേവലം ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന തുക മാത്രമല്ല നോക്കുന്നത്, മറിച്ച് മികച്ച വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഹൈബ്രിഡ് വർക്കിംഗ് മോഡലുകൾ, വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ ഫ്ലെക്സിബിൾ വർക്കിംഗ് മണിക്കൂറുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം, മികച്ച ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, ദീർഘിപ്പിച്ച ശമ്പളത്തോടുകൂടിയ വാർഷിക അവധികൾ തുടങ്ങിയവ ഇന്ന് പ്രതിഭാശാലികളായ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാന കാര്യങ്ങളായി മാറി. തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന വെൽനസ് പ്രോഗ്രാമുകളും ഇന്ന് മിക്ക കമ്പനികളുടെയും പാക്കേജിന്റെ അവിഭാജ്യ ഘടകമാണ്. തൊഴിൽ വിപണിയിലെ ഈ സങ്കീർണമായ മാറ്റങ്ങൾ ജീവനക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നിരന്തരമായ പഠനത്തിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും അഥവാ അപ്സ്കില്ലിംഗിന്റെയും ആവശ്യകതയാണ്. കേവലം സർവകലാശാലകളിൽ നിന്ന് നേടിയ ഒരു ബിരുദമോ മുൻകാലങ്ങളിൽ ലഭിച്ച വർഷങ്ങളുടെ അനുഭവ പരിചയമോ മാത്രം വെച്ച് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച അത്രത്തോളം വേഗത്തിലാണ് സംഭവിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ ഭൂരിഭാഗം ജോലികളുടെയും സ്വഭാവം പൂർണ്ണമായും മാറുമെന്ന് തന്നെയാണ്. അതിനാൽ തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളും പ്രവണതകളും പഠിച്ചെടുക്കാൻ സ്വയം തയ്യാറാകുന്നവർക്ക് മാത്രമേ ഈ പ്രതീക്ഷിക്കുന്ന ശമ്പള വർധനവിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാകാൻ സാധിക്കൂ. ദീർഘവീക്ഷണമുള്ള കമ്പനികളും ഇന്ന് ജീവനക്കാരുടെ പരിശീലനങ്ങൾക്കായി വലിയ ബജറ്റുകൾ മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ സ്വയം നവീകരിക്കാൻ തയ്യാറല്ലാത്തവർ കാലക്രമേണ ഈ കുതിച്ചുപായുന്ന തൊഴിൽ വിപണിയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നാം വരും നാളുകളിൽ കാണാൻ പോകുന്നത്. പുതിയ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാനും നൈപുണ്യ വികസനത്തിന് നിരന്തരം സമയം കണ്ടെത്താനും തയ്യാറാകുന്ന പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം UAE എന്നും ഒരു അനന്ത സാധ്യതകളുടെ ലോകം തന്നെയായിരിക്കും. ദുബായിലെ തിരക്കേറിയ ജീവിതങ്ങൾക്കിടയിൽ നിന്നും പലപ്പോഴും നമ്മെ തേടിയെത്തുന്നത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കഥകളാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ സ്വപ്ന നഗരിയിൽ നിന്നും അങ്ങേറ്റം ഹൃദയഭേദകമായ വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ദുബായിലെ ഷെയ്ഖ് സയ്യിദ് റോഡിന് സമീപമുള്ള ഒരു കാർ ഷോറൂമിൽ നടന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിയും അതിൽ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവനും അത്തരത്തിലൊരു വലിയ നോവായി മാറുകയാണ്. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ 27-കാരൻ ടിജിൻ പോൾ ആണ് ഈ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന 5 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. കാർ ഷോറൂമിലെ മൾട്ടിമീഡിയ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജിൻ. കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം ഈ കമ്പനിയിൽ ചേർന്നത്. ഷോറൂമിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണ ചുമതലകളും വീഡിയോ നിർമ്മാണവും ഒക്കെ വളരെ മികവോടെ ചെയ്തു വന്നിരുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫർ ആബിദ് എന്ന സഹപ്രവർത്തകൻ അപകടത്തിന്റെ നടുക്കുന്ന നിമിഷങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. കാർ ഷോറൂമിനോട് ചേർന്നുള്ള ഓട്ടോ സർവീസ് സെന്ററുകളുടെ ഭാഗത്തു നിന്ന് തീ പടരുന്നത് കണ്ട് അത് കെടുത്താനായി ഓടിച്ചെല്ലുകയായിരുന്നു ഷിജിനും കൂട്ടുകാരും. അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായി അവിടെയുണ്ടായിരുന്ന സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ആബിദ് നിൽക്കുന്നതിന്റെ വെറും 3 മീറ്റർ മാത്രം മുന്നിലായിരുന്നു ഷിജിൻ നിന്നിരുന്നത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അവിടെയുണ്ടായിരുന്ന എല്ലാവരും ചിതറിയോടി. പുകയടങ്ങിയ ശേഷം മാത്രമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് ജീവൻ നഷ്ടപ്പെട്ട വിവരം ബാക്കിയുള്ളവർ അറിയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും വലിയൊരു തീപിടുത്തം ഒഴിവാക്കാനുമുള്ള ആ ചെറുപ്പക്കാരന്റെ ധീരമായ ശ്രമമായിരിക്കാം ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചത്. വെറുമൊരു അപകട മരണത്തിനപ്പുറം ഈ സംഭവത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഷിജിന്റെ വ്യക്തിജീവിതത്തിലെ ചില അറിവുകളാണ്.
8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും പ്രണയത്തിനുമൊടുവിൽ 2025 മാത്രമാണ് ഷിജിൻ വിവാഹിതനായത്. തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവധിക്ക് നാട്ടിൽ പോയി മടങ്ങുമ്പോൾ പ്രിയതമയെയും കൂടെ കൂട്ടണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് കൂട്ടുകാരോടൊപ്പമുള്ള താമസം മാറി അദ്ദേഹം അടുത്തിടെ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയത് തന്നെ. ഷിജിന്റെ മുൻ റൂംമേറ്റായ നിസാർ ഓർമ്മിക്കുന്നത്, അതികഠിനമായ ഈ വേനൽക്കാലത്ത് 2 ബസ്സുകൾ മാറിക്കയറിയുള്ള ആ യാത്രകളിലെല്ലാം ഷിജിനെ നയിച്ചിരുന്നത് സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു എന്നാണ്. ഇതിനെല്ലാം പുറമെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വളരെ സ്നേഹത്തോടെ വളർത്തിയിരുന്ന പ്രിയപ്പെട്ട നായ ചത്തുപോയത്. ആ സങ്കടത്തിൽ നിന്നും ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ഷിജിൻ ഏറെ പാടുപെട്ടിരുന്നു. ആ ദുരന്തം മാറുന്നതിന് മുൻപാണ് വിധി ഈ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇത് താങ്ങാനുള്ള കരുത്ത് ആ കുടുംബത്തിന് എങ്ങനെ ലഭിക്കുമെന്നത് അദ്ദേഹത്തെ അറിയാവുന്ന ഏവർക്കും വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഷിജിന്റെ വിയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മുടെ വീടുകളിലും ജോലിസ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടറുകൾ എത്രത്തോളം സുരക്ഷിതമായാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അധികൃതർ വീണ്ടും ചില കർശനമായ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ചെറിയ മുൻകരുതലുകൾ മതിയാകുമെന്നതാണ് യാഥാർത്ഥ്യം. LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വളരെ വേഗത്തിൽ തീപിടിക്കുന്നതും വായുവിനേക്കാൾ ഭാരമുള്ളതുമായ വാതകമാണ്. അതുകൊണ്ട് തന്നെ ലീക്ക് ഉണ്ടായാൽ അത് തറനിരപ്പിൽ തങ്ങി നിൽക്കുകയും ഒരു ചെറിയ തീപ്പൊരി കൊണ്ടുപോലും വലിയ സ്ഫോടനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അധികൃതർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഗുണനിലവാരമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗമാണ്. ഗ്യാസ് സിലിണ്ടറിനും സ്റ്റൗവിനും അനുയോജ്യമായ അംഗീകൃത പ്രഷർ റെഗുലേറ്ററുകൾ മാത്രമേ എക്കാലത്തും ഉപയോഗിക്കാവൂ. വിലക്കുറവ് നോക്കി ഗുണനിലവാരമില്ലാത്ത ട്യൂബുകളോ റെഗുലേറ്ററുകളോ വാങ്ങുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കും. കൂടാതെ സിലിണ്ടർ സ്ഥാപിക്കുന്ന സ്ഥലം വായു സഞ്ചാരമുള്ളതും സുരക്ഷിതവുമായ ഒരിടമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അടഞ്ഞതും വായു കടക്കാത്തതുമായ ക്യാബിനറ്റുകളിൽ സിലിണ്ടർ വെക്കുന്നത് ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്ക് കാരണമാകും. പാചകം കഴിഞ്ഞാൽ എപ്പോഴും സിലിണ്ടറിന്റെ വാൽവ് കർശനമായി അടയ്ക്കാൻ ശീലിക്കേണ്ടതുണ്ട്. ഗ്യാസ് കണക്ഷനുകളും സ്റ്റൗവും ട്യൂബുകളും കാലാകാലങ്ങളിൽ പരിശോധിക്കുകയും തകരാർ കണ്ടാൽ ഉടൻ തന്നെ മാറ്റുകയും വേണം. ആധുനിക വീടുകളിൽ തറയിൽ നിന്ന് കുറഞ്ഞത് 30 സെന്റിമീറ്റർ ഉയരത്തിൽ ഗ്യാസ് ലീക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുന്നത് വളരെ നല്ലൊരു പ്രതിരോധ മാർഗമാണ്. ഇത് ലീക്ക് ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായെന്ന് സംശയം തോന്നിയാൽ ഒരിക്കലും പരിഭ്രാന്തരാകാൻ പാടില്ല. ഗ്യാസിന്റെ പ്രത്യേക ഗന്ധം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ കാര്യം സിലിണ്ടറിന്റെ വാൽവ് പൂർണ്ണമായും അടയ്ക്കുക എന്നതാണ്. അതിനുശേഷം വീടിന്റെയോ മുറിയുടെയോ വാതിലുകളും ജനലുകളും പൂർണ്ണമായും തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കുക. ഈ സമയത്ത് പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് ഫാൻ ഓൺ ചെയ്യുക എന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ ഓൺ ചെയ്യുമ്പോഴോ ഓഫ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് അഥവാ തീപ്പൊരി മതിയാകും മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്യാസിന് തീപിടിക്കാൻ. അതിനാൽ ലീക്ക് ഉണ്ടായ സമയത്ത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളോ സ്വിച്ചുകളോ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ പരിസരത്ത് തീപ്പെട്ടി ഉരയ്ക്കാനോ ലൈറ്റർ പ്രവർത്തിപ്പിക്കാനോ പാടില്ല. നിങ്ങൾക്ക് സ്ഥിതിഗതികൾ സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായാൽ ഒരു നിമിഷം പോലും വൈകാതെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറി അടിയന്തര സഹായത്തിനായി 999 എന്ന നമ്പറിൽ അധികൃതരെ ബന്ധപ്പെടേണ്ടതാണ്. ജാഗ്രതയാണ് എപ്പോഴും വലിയ സുരക്ഷാ കവചം. ചെറിയൊരു അശ്രദ്ധ മതി ഒരായുസ്സിന്റെ സമ്പാദ്യവും ജീവനും ഇല്ലാതാക്കാനെന്ന് നാം എപ്പോഴും ഓർക്കണം. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.